അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് രേണു സുധി. ആദ്യത്തെ കീമോ അടുത്തിടെയായിരുന്നു. അതിനുശേഷം അവശയായ രേണുവിനെ ICUവിലേക്ക് മാറ്റിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. കീമോയ്ക്ക് ശേഷം ശരീരമാസകലം പലതരത്തിലുള്ള വേദനകളും അവശതകളും അനുഭവിക്കുകയാണെന്നും എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും രേണു പറഞ്ഞിരുന്നു. താരത്തിന് അർബുദം സ്ഥിരീകരിച്ചുവെന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ പല സ്ഥലത്തു നിന്നുമായി അറിയുന്നവരും അറിയാത്തവരുമെല്ലാം രേണുവിനെ നേരിട്ട് കാണാനായി എത്തുകയും വിളിച്ച് അസുഖ വിവരങ്ങൾ തിരക്കുകയും സാമ്പത്തികമായി ചിലരെല്ലാം സഹായിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും വിവരങ്ങൾ തിരക്കാനും സ്നേഹിക്കാനും ചുറ്റുമുണ്ടെങ്കിലും രേണുവിന് ഒരു സങ്കടം ഉണ്ടായിരുന്നു. തൻ്റെ വളർത്തുമകനായ കിച്ചു ഇതുവരെയും തന്നെ ഒന്ന് വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തില്ലെന്നായിരുന്നു രേണുവിൻ്റെ സങ്കടം. ഇപ്പോഴിതാ വിമർശനങ്ങൾ പെരുകിയത് കൊണ്ടോ അതോ രേണുവിനെ കാണാൻ പോകുന്നുവെന്ന സൂചന നൽകുന്ന തരത്തിൽ ഒരു വീഡിയോ കിച്ചു പങ്കുവച്ചിരുന്നു. അപ്പോൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു എന്ന് വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്ന ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്നും കിച്ചു പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്നെ കിച്ചു രേണുവിനെ കാണാൻ പോവുകയും അവിടെ പോയി ഋതപ്പനെ കണ്ട് ഫോട്ടോയുമൊക്കെ കിച്ചു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു.